എന്നാ പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ. അടുത്തിടയ്ക്ക് നിലംതൊടാ തോട്ടം എന്ന് പറഞ്ഞു സിനിമ ഈ കടകൾ ഉദ്ഘാടനം ചെയ്യാൻ. കേരളത്തിൽ ഒരു കാലം കഴിയുമ്പോൾ അണിറോസ് ഉദ്ഘാടനം ചെയ്യാത്ത കടകൾ എന്ന് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും എന്നെ മതി. അത് അത്യാവശ്യം ദ്രവ്യം കിട്ടാൻ നല്ല അതാന്ന് തോന്നുന്നല്ലേ. ഈശ്വരാ, ഭയങ്കരമായ ആള്. അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് അത്. നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് എത്രയോ ആളുകളാണ് അവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നത്. അവരോട് നേരിട്ട് സംസാരിക്കാനും അവരുടെ ഒരു സ്നേഹമൊക്കെ കാണാൻ പറ്റിയ ആളുകൾ തടിച്ചു കൂടുന്നുണ്ടല്ലേ ഇപ്പം. പിന്നെ തീർച്ചയായും എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം അവനില്ലട്ടാ. ഞാൻ സ്വകാര്യം ചോദിക്കട്ടെ, നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ട് പോന്നിട്ട് 3-ാം ദിവസം പൂട്ടിയ കടയുണ്ടോ? എന്താ എന്റെ ഉദ്ദേശം? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അത് കേട്ടാ മതി. അതായത് നമ്മൾ അന്ന് ഓപ്പൺ ചെയ്ത കടകളൊക്കെ അവിടെ തന്നെ ഉണ്ടോ? നിനക്കും ഞാൻ സുഖമില്ലാത്തോണ്ട് കുഴപ്പമില്ലട്ടാ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. മോനാളി നമ്മളിങ്ങനെ പോകുമ്പോഴൊക്കെ പിന്നെ വീണ്ടും അതിലേക്കൂടെ യാത്ര ചെയ്യുമ്പോൾ ആ കടകളൊക്കെ അവിടെ നല്ല രീതിയിൽ പോകുന്നത് കാണാറുണ്ട്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ചിലപ്പോ ഓണർ മാറി കാണും. പറയാൻ പറ്റില്ല, കടയോടെ തൂക്കി വിറ്റിയാണ് ഞാൻ. പിന്നെ നാണക്കെടുത്തി. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കയറുവോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടകൾ ഉദ്ഘാടനം ചെയ്ത ചലച്ചിത്ര നായിക? അത്രയും വേണോ സാർ? വേണം. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ?